ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അഞ്ജന വിസ്മയ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ചാലഞ്ച് വീഡിയോ വന്നിരിക്കുകയാണ്. ചാലഞ്ച് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു ടൈപ്പ് ഓഫ് ചാലഞ്ച് എത്ര പോയിന്റ് കിട്ടി എന്നൊക്കെ അറിയാലോ. ചാലഞ്ചിന്റെ പേരെന്താ? എന്താണ്? ഡു യു റിയലി നോ മീ ചാലഞ്ച്. ഡു ഷീ റിയലി നോ മീ. ഡസ് ഷീ? അങ്ങനെ പക്ഷെ പേര് ഷീ അല്ല, ഡു യു റിയലി നോ മീ. അതന്നെ. അപ്പൊ ഇതില് ആർക്കാ കൂടുതൽ പോയിന്റ് കിട്ടിയ അവർ ജയിക്കും. നമ്മൾ കുറച്ച് ചിപ്സ് എടുത്തിട്ടുണ്ട്. എനിക്കും അറിയണമെന്നുണ്ട്. ഇവൾക്ക് എത്ര എന്നെ പറ്റി അറിയാന്നുള്ളത് അറിയാൻ. ഇതില് കുറച്ച് ചെലപ്പോ അല്ലെ ഒരു സാധാരണ ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ കൊറേ ചോദ്യങ്ങൾ എഴുതാൻ പറ്റിയിരുന്നു. എന്റെ കൂടെ തന്നെയല്ലേ എപ്പോഴും ഉള്ളത്. ഇപ്പൊ എന്തുട്ട പുതിയതായിട്ട് ഇവൾക്ക് എന്നെ പറ്റി അറിയാനുള്ളത്. എന്നിട്ടും കൊറേ അതും ഇതൊക്കെ കുറച്ചൊക്കെ അറിയണതൊക്കെ തന്നെയായിരിക്കും. ഒരുവിധം അറിയായിരിക്കും. അറിയോ ഇല്ലെന്ന് അറിയാം, മനസ്സിലാവും. അത്ര തന്നെ. ഇതിപ്പോ ഈ ചിട്ടില് ക്വസ്റ്റ്യനും ഉണ്ട് ആൻസറും ഉണ്ട്. ഞാൻ എഴുതിയതാണ്, അത് അവളെ എഴുതിയത്. നമ്മൾ ഓരോന്ന് എടുത്തിട്ട് ആൻസർ അവളെ ഇത് രണ്ടും മാച്ച് ആവുണ്ടോ നോക്കുക. അത്ര തന്നെ. അപ്പൊ ഓക്കെ, പോവാം. അപ്പൊ നമ്മള് പേനയും പേപ്പറും അത് നേരത്തെ തൊട്ടിട്ട് തന്നെ ഉണ്ട്. ഒന്നുകൂടിയും കാണിക്കണേ ഈ പേപ്പറിലേക്ക് നമ്മളൊക്കെ. അപ്പൊ ഫസ്റ്റ് എന്നെയാണ് സെലക്ട് ചെയ്യണത്, നിന്നെ ഞാൻ സെലക്ട് ചെയ്യണത്. എങ്ങനെയാണെങ്കിലും ആയിക്കോട്ടെ. റോക്ക് പേപ്പർ സിസേഴ്സ്. അയ്യോ, ഇപ്പൊ ജയിച്ച ആള് പറയാ എങ്ങനെയാണ്. റോക്ക് പേപ്പർ സിസേഴ്സ്. ഞാനാണ് ജയിച്ച്. ഇതില് ഞാൻ എടുക്കണോ നീ എടുക്കോ? നീ എടുത്തോ. ഫസ്റ്റത്തെ പേപ്പറിന് ക്വസ്റ്റ്യനും ആൻസറും ഇവിടെ തന്നെ ഉണ്ട്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മൊബൈൽ ബ്രാൻഡ് കറന്റ്ലി? എനിക്കിപ്പോ തോന്നുന്നു ഞാൻ എഴുതണു. കറന്റ്ലി പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതണു. കറന്റ്ലി ഉള്ള ഫോണൊന്നല്ലല്ലോ ചോദ്യം. അതന്നെയാ. കറക്റ്റാ? അതെ. അപ്പൊ ഞാൻ ഇതിന്റെ അപ്പുറത്തൊരു ടിക്കറ്റാ. OnePlus തന്നെ ഞാൻ എഴുതിയത്. ചുമ്മാ കാണാൻ എങ്ങനെ എഴുതിയെടുക്കുന്നു. ഇത് OnePlus ആ. ഞാൻ ഓക്കെ ഒരു 1 ഒരു പ്ലസ് ഇട്ട്. അതല്ല സിമ്പിൾ. ഇപ്പൊ ONEPLUS OnePlus. വെരി ഗുഡ്. അതിന് മൊബൈലിന്റെ പിന്നിലുണ്ടാവുന്നത്. എടുക്ക്. വലിയ ചോദ്യമാണല്ലോ. മോസ്റ്റ് പ്ലേഡ് ഗെയിം ഓൺ മൈ ഫോൺ റീസെന്റ്. സുഡോക്കോ അല്ലേ? ഇപ്പൊ അടുത്ത് കൂടുതൽ കളിക്കണ കളിയാണ്. ഇതിന് മുന്നേ നമ്പർ മാച്ച് കളിച്ചായിരുന്നു. ഇപ്പൊ ഇതാണ് കൂടുതൽ കളിക്കണത്. ഇപ്പൊ ഞാൻ എടുത്തോ. തെറ്റില്ലേ? ഞാൻ കരുതി തെറ്റിക്കായിരിക്കും നീ കണ്ടിട്ട്. കളിക്കുന്നത് എനിക്ക് ലൂഡോ അങ്ങനത്തെ വല്ലതും പറഞ്ഞാലോ. വാട്ട് കൈൻഡ് ഓഫ് സ്നാക്സ് ഡു ഐ പ്രിഫർ, സ്വീറ്റ് ഓർ സ്പൈസി? സ്പൈസി. കറക്റ്റ്. യെസ്, സ്പൈസി തന്നെയാണ്. കുറെ ചോദ്യങ്ങൾ ശരിക്കും ഞാൻ നമ്മൾ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവളെ എഴുതിയത് തന്നെ ഞാനും എഴുതിയിട്ടുണ്ട് എന്നൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. ഇപ്പൊ ആരാ? ഇപ്പൊ ഞാനല്ല എടുക്കണ്ടേ? ഇതില് എന്താണ് ഉത്തരല്ലെങ്കിൽ ഞാൻ തുറക്കായിരുന്നു. ഐ ലവ് വാട്ട് സ്പോർട്ട് ഔട്ട്ഡോർ ഗെയിം? അതൊക്കെ ബാഡ്മിന്റൺ. ഇപ്പൊ ഇതാണ് പറഞ്ഞ പോലെ. വെറുതെ ഇങ്ങനെ എഴുതണില്ലേ? അത് അപ്പൊ തന്നെ ഇങ്ങനെ പറയാ. പിന്നെ മാർക്ക് ഇട്ടാ മതി. ഇതൊന്നും വേണ്ട. എന്നിട്ട് ഞാൻ ഈ ഷട്ടിൽ നിന്നാണ് എഴുതി എടുക്കുന്നത്. നെക്സ്റ്റ് എടുത്തോ. ഇതെന്താ തെറ്റാത്ത്? തെറ്റണ അല്ല,
ഞാൻ കരുതി ഭയങ്കര ടഫ്. എനിക്ക് ഇഷ്ടമുള്ളത് എന്നുവെച്ചാ KFC, ബർഗർ, പിസ്സ, ഈ മൂന്നെണ്ണത്തില് എനിക്കിഷ്ടം KFC. അത് പിന്നെ ഈസി ആയിട്ട് ഞാൻ എഴുതി ഒരു 3 ലിറ്റർ ഇതേ പറയില്ല. അപ്പൊ ഓക്കെ, ഞാൻ എടുക്കാത്ത കണ്ടത് ഇതല്ലേ? ആവോ, അതെ അതെ. ഇതാ അപ്പുറത്ത് പാട്ടൊക്കെ വരുന്നത്. മൈ ഫേവറേറ്റ് കളർ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതില് ഇത് മറ്റേ റീസെന്റ് ആണോ പഴയതാണോ? പഴയതൊന്നല്ല, പ്രസന്റ്. ഞാൻ അങ്ങനെ പഴയത് പുതിയതൊന്നും എഴുതിയിട്ടില്ല. 2 എണ്ണം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ 2 ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ആയാലും മതി. ഒന്ന് ഒരു പേർപ്പിൾ ലാവൻഡർ കളർ ആണെന്ന് തോന്നുന്നു, ഇനിയൊന്ന് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. ബ്ലാക്ക്. ഇനിയൊരെണ്ണം എന്താ? റെഡ്. റെഡാ? അപ്പൊ അതിലിട്ട് ഒരെണ്ണം ശരിയായി. ശരിക്കും അരമാർക്ക് കൊടുക്കേണ്ടതാണ്. നീ അത് പറഞ്ഞില്ല മുന്നേ, ഏതെങ്കിലും ഒരെണ്ണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നീ ആ 2നും വേറെ വേറെ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചില്ല. ഒരെണ്ണം ഇതായിരിക്കാം. ഇപ്പൊ ആരാ നീ അല്ല എടുക്കണ്ടത്? നെയ്യാണ് എടുക്കണ്ടത്. ഇത് ഭയങ്കര കൺഫ്യൂഷൻ അവിടേക്ക് ഇവിടേക്കൊക്കെ ഉള്ളതുകൊണ്ട്. നമ്മള് 10 ചോദ്യങ്ങളാണ്. ഒരാൾക്ക് 10, ഒരാൾക്ക് 10. ഇതില് അതിലും കൂടുതലുണ്ട്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് സീസൺ. എന്നുവെച്ചാൽ ഏത് സീസണാണ് എനിക്കിഷ്ടം? ഞാൻ വിചാരിക്കണം വിന്റർ. വിന്റർ 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 അത് തന്നെ. പിന്നല്ലാണ്ട് ഓക്കെ, അതും കൺസിഡർ ചെയ്യാം. വിന്ററിന്റെ അപ്പുറത്ത് ഇനി വേറെ വല്ലതും ഉണ്ടോ? അതല്ല, വിന്റർ കോൾഡ്, വിന്റർ ഹോട്ട്. എനിക്ക് റെയിനി ആയിട്ടുള്ള ഒരു അതിലെന്താ വിന്റർ ഓർ റെയിനി എഴുതിയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ റെയിനിയാണ്. പക്ഷെ അത് ചിലപ്പോ ഇവിടെ ഇതോ ഇല്ലേ എന്നുള്ള ഒരു സംശയത്തിൽ ഞാൻ പിന്നെയും വിന്റർ എഴുതി. അപ്പൊ അതും ശരിയായി. എടുക്ക്. ഇത്തവണ പിങ്ക് എടുക്കണം. അപ്പുറത്തൊക്കെ ഫുള്ള് പാട്ടാണ് വരുന്നത്. അത് ഭയങ്കര വലിയ വലിയ ചോദ്യം. വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ഐ കനോട്ട് സ്ലീപ് വിത്തൗട്ട്? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ 2 സാധനങ്ങളുണ്ട്. ഇപ്പൊ അടുത്തായിട്ട്, ഇപ്പൊ അടുത്തുള്ള കാര്യങ്ങൾ, ഒരു കൊല്ലായിട്ടുള്ള കാര്യങ്ങളാണോ മുന്നേ തൊട്ടിട്ടുണ്ട്? ഞാനങ്ങനെ പഴയത് പുതിയതൊന്നും ചെയ്തിട്ടില്ല. ജനറൽ ആയിട്ടുള്ളതാണ്. എനിക്ക് 2 സംശയങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ അടുത്തായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പടികൂടിയുണ്ട്. ക്ഷീറല്ല ഇങ്ങനെ കിടക്കാൻ പറ്റില്ല എന്ന് അവള് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ടെഡിയിൽ എനിക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ടാണ് ഒരു കൊല്ലായിട്ടാണോ അതിന് മുന്നേ തൊട്ടാണോ എന്ന് ചോദിച്ചത്. ഓ, അവനൊരു വയസ്സായോണ്ടാ? ഞാൻ ജനറൽ ആയിട്ടാണ്, അല്ലാണ്ട് 1 വയസ്സ് അതൊന്നും ടെഡിയാണ്. ഞാൻ അവള് പറഞ്ഞ 2 എണ്ണത്തിൽ വേറെ എണ്ണാണ് ഉദ്ദേശിച്ചത്. അവള് ചിലപ്പോ പറയുന്നത് വിചാരിച്ചു. ഞാൻ ഇവിടെ എഴുതി വെക്കുന്ന കാണ ടെഡി. ഡോണ്ട് സേ ലിബാം. ഓക്കെ, ഞാൻ ലിബാമൊന്നും പറഞ്ഞില്ല. ഓക്കെ, എടുത്തോളൂ. എടുക്കാലോ. ഞാൻ ആകെ പച്ച എടുക്കുന്നു. നീലെടുത്തില്ലേ? ഇപ്പതാ നീലെടുക്കുന്നു. നീലെടുത്തൂലേ? എടുത്തോളൂ. ശരി. Who is my current celebrity crush? അങ്ങനെയുണ്ടാ? സെലിബ്രിറ്റി ക്രഷാ? അത് ക്ലൂ. എന്തിനാ ക്ലൂ? സെലിബ്രിറ്റി ക്രഷ് ആരാ? ഫേവറേറ്റ് ഹീറോ എന്നാണോ ഉദ്ദേശിച്ച്? അങ്ങനെ മഹേഷ് ബാബു. ഞാനത് കുറച്ച് തിരിച്ച് പറഞ്ഞതോളോ, സോ ദാറ്റ് കുറച്ച് കൺഫ്യൂസ് ആവട്ടെ എന്ന്. കുറച്ച് കൺഫ്യൂസ് ആയി, പക്ഷെ ശരി ഉത്തരമായിരുന്നു. അടുത്ത് നീ. ഞാനൊന്നും എടുക്കില്ല. ഇത് എനിക്ക് ഭയങ്കര കൺഫ്യൂസ് ആവണം. ഇതിതാ നിനക്ക് എത്ര ചോദ്യം? 4 എണ്ണമായിട്ടുള്ളൂ. അല്ല, ഇതിനാണ് അടുത്ത്. ഞാൻ പെട്ടെന്ന് തുറന്നു. ഞാൻ ഇങ്ങനെ തുറന്നു. മൈ ഫേവറേറ്റ് അറ്റയർ ലൈക്ക് ചുരിദാർ, ജീൻസ്, സാരി, ഹാഫ് സാരി. അങ്ങനെ നമ്മളതിപ്പോ ദിവസം ഇടണമെന്നൊന്നുമില്ല. പക്ഷെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഒരെണ്ണം മനസ്സിൽ കാണുമല്ലോ. അങ്ങനെ സാരിയാന്ന് തോന്നുന്നു. അതെങ്ങനെ ശരിയാവണം? എനിക്ക് മനസ്സിലാവണില്ല. ഒരെണ്ണം ഇങ്ങനെ തെറ്റിക്ക്. ഞാൻ തെറ്റിക്കണ്ട, നീ തെറ്റിക്ക്. ഒരെണ്ണൊക്കെ തെറ്റണ്ടേ? എടുക്ക്.
അതല്ല അതത്. If I could travel through time, would I travel to the past or the future? എന്നുവെച്ചാൽ അവർക്ക് മനസ്സിലാക്കാം. ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാസ്റ്റിലേക്കാണോ പോവുക അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിലേക്കാണോ പോവുക? പാസ്റ്റിലേക്ക്. അത് ശരി. കുറെ പേര് ഫ്യൂച്ചർ എന്നാ പറയാ, പക്ഷെ അല്ല, പാസ്റ്റ് മതി. ഇപ്പൊ എടുക്ക്. My most hated season. സമ്മർ. സമ്മർ അനക്ക് ഇഷ്ടമില്ലാത്ത സീസൺ അല്ലേ സമ്മർ? ഞാൻ 2 എഴുതിയുണ്ട്. ഇനി എന്തായിരിക്കും? നമുക്ക് ഇഞ്ഞോർമ്മ പിന്നെ ഇഷ്ടമില്ല. റെയിനി. എനിക്ക് റെയിനി ഇഷ്ടല്ല. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഇഷ്ടല്ല. ചെറുതിലൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ സ്കൂളൊക്കെ പഠിക്കുമ്പോ നല്ല മഴ പെയ്ത സ്കൂള് ലീവാന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. തുടങ്ങണ സമയത്താണ് ഈ മഴ സ്റ്റാർട്ട് ആവുക. പക്ഷേ ഇപ്പൊന്നും ഇഷ്ടമില്ല. പുറത്തേക്ക് ഇറങ്ങാൻ പുറത്തേക്ക് പോകണമെന്നുള്ള പ്ലാനുള്ള ദിവസമൊക്കെ മഴ പെയ്താൽ അതൊക്കെ ചളവളയാവും. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഇഷ്ടമില്ലാത്ത. അല്ലാണ്ട് നിനക്ക് ആ മഴയോണ്ട് പറയണേ. അടുത്ത് ആരെടുക്കണ്ട് ഇപ്പൊ? ഞാനാണോ? അത് തോന്നുന്നു. Which is my favorite TV show? സ്കൂൾ പഠിച്ച സമയത്ത് കേട്ടോ, ഏത് TV ഷോ കാണാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്? ഞാൻ ഓപ്ഷൻസ് ആയിട്ട് എഴുതിയിരുന്നത് അതിൽ ഏത് ഒരെണ്ണം പറഞ്ഞാലും ഓക്കെ. ഒരു കാർട്ടൂൺ ടൈപ്പ് ഓഫ് ഡോറേമോൻ. ഞാൻ എഴുതിയുള്ളത് മിസ്റ്റർ ബീൻ ഉണ്ട്, ടോം ആൻഡ് ജെറി ഉണ്ട്, ഡോറേമോൻ ഉണ്ട്. ടോം ആൻഡ് ജെറി ഞാൻ വിചാരിച്ചില്ല. കാർട്ടൂൺ എന്നുള്ള ഒരു ഇത് കിട്ടിയപ്പോ എന്നാ പിന്നെ ഏതെങ്കിലുമൊക്കെ പറയാന്ന് വിചാരിച്ചു. ഇപ്പൊ എന്തുട്ടാ ഞാൻ നിങ്ങൾക്ക് മൈ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. ഞാൻ എല്ലാ ഹാർഡിന്റെ നടുക്കിൽ ഒരു ഈസി കൊടുത്തതാണ്, പക്ഷെ ആ ഹാർഡ് തന്നെ എല്ലാം ഈസി ആണെന്ന് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് ചോക്ലേറ്റ്? ഏത് നേരം ഐസ്ക്രീം പറഞ്ഞ ചോക്ലേറ്റ് പറയുമ്പോ അറിയാണ്ടിരിക്കും. ഇവിടുന്നോ ഞാൻ എടുത്തതല്ലേ ഇത്. അങ്ങനെയാന്നൊക്കെ. അയ്യോ, 10 ശരിയാക്കൂ. ശരിയാക്കണ്ടേ? സ്കൂൾ ടൈമില് എനിക്ക് ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? ബയോളജി. സയൻസ്. അതെന്ന് പറഞ്ഞിട്ട് പിന്നെ ബയോളജി എന്ന് പറഞ്ഞു. സയൻസ് അത്ര. അയ്യോ, അതും ശരി. ഞാൻ അതാണ് എന്റെ അത് കഴിഞ്ഞിട്ട് എടുത്തുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അതാവാണ്ടിരിക്കുക? ചിലപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആലോചിച്ച് വേറെ സ്കൂൾ ടൈമില്ല, അപ്പൊ അത് വേറെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നു വിചാരിച്ചിട്ടാണ് പറഞ്ഞു. മാൻഡേറ്ററി മേക്കപ്പ് ഐ യൂസ് ബിഫോർ സ്റ്റെപ്പിംഗ് ഔട്ട്. ലിപ്സ്റ്റിക്, ലിപ് ബാം മാൻഡേറ്ററി ആയിട്ട് അവള്. ഞാൻ അതില് ലിപ്സ്റ്റിക് എഴുതിയുണ്ട്, വേറെ ലിപ് ബാം അല്ല എഴുതിയത്. പക്ഷെ കറക്റ്റ് തന്നെയാണ്. അയ്യോ, 9 കറക്റ്റ് ആയി. ഇനി ഒരെണ്ണം അതേന്ന് തെറ്റിക്കണം പ്ലീസ്. ഇനി 2 കിട്ടാം നിനക്ക്. 2 ഉണ്ടോ? അതന്നെ അത്. അല്ല, 8 കറക്റ്റ് ആയി. അപ്പൊ if I won the lottery, what do you think I would spend it on? House. അതെ. Build a house or buy a house. അതന്നെ. ഓ പൊളി. 9 കറക്റ്റ്. ഞാൻ 10 ശരിയാക്കും, നീ 2 ഒരെണ്ണം തെറ്റിച്ചോ? ഞാൻ കരുതിയില്ല ഇതൊക്കെ ശരിയാവുന്നു. മൈ ഫേവറേറ്റ് മൂവി സ്നാക്ക്. Popcorn. What popcorn? Cheese popcorn. Correct. എന്തൊരു കഷ്ട. ഞാൻ
നടുക്കില് കുറച്ച് നമുക്ക് ഈസി ആവണ്ടെന്ന് എഴുതിയിട്ടാണ് ഈ ഐസ്ക്രീമിന്റെ ഫ്ലേവറും ഈ ചീസ് പോപ്കോണും ഒക്കെ എടുത്തിട്ടത്. പക്ഷെ ഹാർഡായിട്ടുള്ളത് തന്നെ ഈസിയാണ്. അപ്പൊ ഈ എടുത്തിട്ടതൊക്കെ എന്താണ്, ഒന്നുമില്ല. എടുത്തോ. ഇതാണ് എന്റെ ലാസ്റ്റത്തെ ഉണ്ടാ. എന്റെ 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 If I could eat one food for the rest of my life, what would it be? എന്റെ ജീവിതകാലം മൊത്തം ഒരേ ഒരു ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അത് ഏത് ഫുഡായിരിക്കും കഴിക്കുക? ബിരിയാണി. ബിരിയാണി എനിക്ക് ദിവസം കഴിക്കാൻ തോന്നും, മട്ടൂല്ലേ? അതിപ്പോ ഏത് ഫുഡായാലും മടുക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴായാലും ബോറടിക്കില്ല. അങ്ങനത്തെ ഒരു ഫുഡ് ഉണ്ടാവും. ഇപ്പൊ അവളോട് ധരിക്കാൻ പറഞ്ഞു, ഞാൻ ധരിക്കോ? എന്താവും? സ്വീറ്റ് ആവില്ല എന്തായാലും. ഇപ്പൊ ചോറാന്ന് പറയണാവോ? പറയടേ. ബിരിയാണി അല്ല എന്ന് പറഞ്ഞപ്പോ പിന്നെന്തുണ്ടാവും? വിലക്ലൂ ഇതെനിക്ക് ഒട്ടും കിട്ടണില്ലല്ലോ. എനിക്ക് ചോറും ബിരിയാണി മാത്രമേ എന്റെ മൈൻഡിൽ വരണുള്ളൂ. ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ദിവസം കഴിക്കാൻ ഇഷ്ടമല്ല. ദിവസം എന്താവും കഴിക്കുക? അപ്പൊ ദിവസം തന്നെ വെച്ചോടുക്കാവക്ക്. അങ്ങനെയല്ല, ദിവസം അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു കുഴപ്പമില്ല. പരിപ്പും ചോറും. എനിക്ക് കൂടുതൽ ഇഷ്ടം അതല്ല കേട്ടാ, തക്കാളിക്കറി ചോറാണ്. എനിക്ക് ഇഷ്ടമില്ലാത്തത് തക്കാളിക്കറിയാണ്. എനിക്ക് ഇഷ്ടമുള്ള തക്കാളിക്കറിയാണ്. അതെപ്പോ ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കും. അതേപോലെ പരിപ്പും ചോറും പപ്പടം, അങ്ങനെ ഈ എന്താ ശരിക്കും രണ്ട് കോമ്പിനേഷൻ എഴുതിയിട്ടുണ്ട്. കൺഫ്യൂസ് ആവരുതെന്ന് വിചാരിച്ചിട്ട്. നെയ്യ്, റൈസ് വിത്ത് ടൊമാറ്റോ കറി, ദാൽ റൈസ് വിത്ത് പാപ്പഡ് മെൻഷൻ ചെയ്തു. ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എല്ലാം ശരിയാക്കി എന്തായാലും. ഇത് ആക്ച്വലി തെറ്റിച്ചു, പക്ഷെ ഞാൻ തന്നെ ചാൻസ് ഒരു പിള്ള മനസ്സിനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ. മൈ ഫേവറേറ്റ് മൂവി ജോണർ ത്രില്ലർ. വേറെ ഒരെണ്ണം കൂടി എഴുതിയുണ്ട്, അതെന്താവും? അവനക്കൊന്ന് ത്രില്ലർ ഇഷ്ടമാണെങ്കിൽ ഹോററും ഇഷ്ടമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹോറർ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കുമ്പോൾ റോം-കോം, കോമഡി റോം-കോം. ഞാൻ കറക്റ്റ് റോം-കോം എന്നാണ് എഴുതി എടുക്കണത്. അവള് പിന്നെ നോക്കിയപ്പോഴത്തേക്കും കോമഡി നോക്കി. അതല്ല, റോം-കോം എന്ന് വെച്ചാൽ റൊമാൻറ്റിക് കോമഡി. അതെന്നെ ഇഷ്ടം. എനിക്ക് ഈ ഫൈറ്റുള്ള പടങ്ങളൊന്നും എനിക്ക്, അതുകൊണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞില്ല. എനിക്ക് ആ ത്രില്ലർ ഇഷ്ടമാണ്, പിന്നെ റോം-കോം ഇഷ്ടമാണ്. എനിക്ക് സൈലന്റ് ആയിട്ട് പോണ സിനിമകളാണ് ഇഷ്ടം. ഒരാള് സ്വപ്നം കണ്ട് ഇവിടെ പേടിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ പട്ടിക്കുട്ടി ഷീറക്കുട്ടനാണ്. എന്താടാ ഷീറ ഉറക്കത്തിൽ ഞെട്ടിയതാണോ? കണ്ണു നോക്ക വെള്ളം തുടങ്ങി. അല്ലേലും ഇവനെ എപ്പോഴും ഒരു കണ്ണീന്ന് വെള്ളം വരും. അതിപ്പോ സ്റ്റൈലാണ് അവൻ. അപ്പൊ നമ്മുടെ ഇതാണ് ഞാൻ പറഞ്ഞേ. എല്ലാ ദിവസവും ഇതിപ്പോ സ്വന്തം എന്താ പറയാ ഫ്രണ്ട് വല്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛന്റെ ഫുൾ നെയിം പറയുന്നു പറയാം. ഇതിപ്പോ എങ്ങനെ പറയാൻ പറ്റും? അല്ലേ, എന്റെ അച്ഛനല്ല അവളുടെ അച്ഛൻ. എന്താ പറയാ ഫുൾ ഇല്ലെങ്കിൽ എന്റെ തന്നെ എന്റെ ഫുൾ നെയിം എഴുതുന്ന് പറയാ. ഇതിപ്പോ നമ്മുടെ ഫുൾ നെയിം ഒന്നാണ്, പേര് മാത്രമേ ലാസ്റ്റിൽ അഞ്ചരം വിസ്മയമുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ചോദ്യങ്ങളും ഇതെന്തെങ്കിലും ചിലപ്പോ ഫ്യൂച്ചറില് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ ചെയ്യും. ഇങ്ങനത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ടാ പോയാ അല്ലേ? ഇതിൽ രണ്ടുപേരും ജയിച്ചു. 10 എണ്ണത്തില് 10 പൊരുത്തം. കാര്യമില്ല, എപ്പോഴെങ്കിലും തല്ലോട്ടെ. അതിപ്പോ അങ്ങനെ തന്നെ ആണല്ലോ. അപ്പൊ ഓക്കെ, അതേപോലെ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. അച്ഛ കട്ട് ചെയ്യും.